ഒളിവിൽ കഴിയുന്ന സന്ദേശ് ഖാലി ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഷാജഹാൻ ഷെയ്ഖിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്രസേന തയ്യാറെന്ന് കേന്ദ്രമന്ത്രി നിഷിത് പ്രമാണിക്. സന്ദേശ് ഖാലിയിൽ ധർണ നടത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിനിടെ സന്ദേശ് ഖാലിയിലെ തൃണമൂൽ നേതാവും ഷാജഹാൻ ഷെയ്ഖിന്റെ സഹായിയുമായ അജിത് മെയ്തിയെ അറസ്റ്റ് ചെയ്തു. ഷാജഹാൻ ഷെയ്ഖിന്റെ സഹോദരൻ സിറാജ് ഷെയ്ഖിനെതിരെ എഫ്ഐആർ സമർപ്പിച്ചു. 50 ദിവസമായി സന്ദേശ് ഖാലി അതിക്രമങ്ങളുടെ സൂത്രധാരൻ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ കഴിയുകയാണ്. സംസ്ഥാന സർക്കാർ ഷാജഹാൻ ഷെയ്ഖിന് നേരെ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. മമതാ സർക്കാർ അനുവദിച്ചാൽ 1 മണിക്കൂറിനകം ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാമെന്നും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിഷിത് പ്രമാണിക് പറഞ്ഞു. देखिए, मैं इससे पहले भी कह चुका हूं, अगर ममता दीदी से नहीं हो पा रहा है तो हम लोगों को बताएं. केंद्र पूरी तरह से राज्य को जो है सपोर्ट करने के लिए प्रस्तुत है. सेंट्रल फोर्स पूरी तरह से तैयार है. अगर जो है कि समुद्र देशों से, वो सोमालिया का समुद्र देशों से हम लोग अगर कोई जहाज को क्या है चंद घंटों में अगर खाली करा सकते हैं तो ये शेख शाहजहां जैसा ये तो एक मामूली सा विषय है. अगर केंद्र के ऊपर अगर छोड़ देते हैं तो 1 घंटे में शेख शाहजहां कहाँ है उसको निकालने का ताकत केंद्र में है. केंद्र की जो एजेंसी है उसमें है. സന്ദേശ് ഖാലിയിൽ പ്രതിഷേധ ധർണ നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് ബിജെപി പശ്ചിമ ബംഗാൾ ഹൈക്കോടതിയെ സമീപിച്ചു. നേരത്തെ സന്ദേശ് ഖാലി സന്ദർശിക്കുന്നതിൽ നിന്നും ബിജെപി പ്രതിനിധികളെ മമതാ സർക്കാർ വിലക്കിയിരുന്നു. സന്ദേശ് ഖാലിയിലെ ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിന്റെ കൂട്ടാളി അജിത് മെയ്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാജഹാൻ ഷെയ്ഖിന്റെ സഹോദരൻ സിറാജിനെതിരെ പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് 6-ന് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് മമതയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം സന്ദേശ് ഖാലി വിഷയത്തിൽ ജനസഭ നടത്താനും TMC നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം. വാരണാസി ജ്ഞാൻവാപി ക്ഷേത്രത്തിൽ പൂജ തുടരാമെന്ന് അലഹബാദ് ഹൈക്കോടതി. പൂജ നടത്താൻ അനുമതി നൽകിയ വാരണാസി ജില്ലാ കോടതി വിധി ചോദ്യം ചെയ്ത് അഞ്ജുമാൻ ഇന്ദൻ സാമിയ മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അതേസമയം ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പള്ളി കമ്മിറ്റി വ്യക്തമാക്കി. ജ്ഞാൻവാപി ക്ഷേത്രത്തിലെ തെക്കേ നിലവറയായ വ്യാസ് തെഖാനയിൽ പൂജ ചെയ്യാൻ അനുമതി നൽകി കഴിഞ്ഞ മാർച്ച് 31-ന് വാരണാസി കോടതി നൽകിയ ഉത്തരവ് ചോദ്യം ചെയ്താണ് പള്ളി കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചത്. വ്യാസ് കുടുംബത്തിന് അധീനതയിലുള്ള നിലവറയിൽ 1993 മുൻപ് നിത്യപൂജകൾ നടന്നിരുന്നതായി തെളിവുകൾ സഹിതം കോടതിയെ ധരിപ്പിച്ചു. മുദ്രവെക്കുന്നതുവരെ പുരോഹിതനായ സോമന വ്യാസ് പൂജ നടത്തിയിരുന്നതായി ഹിന്ദു വിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർച്ചയായ 11 ദിവസം വാദം കേട്ട ശേഷമാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ ബെഞ്ച് പള്ളി കമ്മിറ്റിയുടെ സ്റ്റേ ആവശ്യം തള്ളിയത്. Today, the Honorable Allahabad High Court has dismissed the first appeal from order of Anjuman Intizamiya, which was directed against 17th of January order and 31st of January order. And the effect of this order is that the puja will continue. And if the Anjuman Intizamiya comes to the Supreme Court, we will file our caveat before the Honorable Supreme Court. അതേസമയം നിലവറയിൽ പൂജയ്ക്ക് അനുമതി നൽകിയതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മസ്ജിദ് കമ്മിറ്റി വ്യക്തമാക്കി. പൂജ ചെയ്യാൻ അനുമതി നൽകിയ വാരണാസി കോടതി വിധി ചോദ്യം ചെയ്ത മസ്ജിദ് കമ്മിറ്റി ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ജനം, ഡൽഹി.